ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണിത്. നമുക്ക് കുക്കറിൽ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 5-10 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 തക്കാളി, പിന്നെ 4 സവാള, ഇത്രയാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതായത് വളരെ പൊടി പൊടിയായിട്ടിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണത്. ഞാനിപ്പോൾ ഇവിടെ ചോപ്പർ വെച്ചിട്ടാണ് ഇത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. പ്രത്യേകിച്ച് സവാളയൊക്കെ പൊടി പൊടിയായിട്ട് അരിയുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചോപ്പർ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു ജോബ്. അപ്പോൾ ഈ ചോപ്പറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കാർട്ടിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ സവാള, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ഒരുമിച്ചിട്ടിട്ടാണ് ചോപ്പ് ചെയ്തത് കേട്ടോ. പിന്നെ തക്കാളി എല്ലാം ഇവിടെ ചോപ്പ് ചെയ്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കോക്കനട്ട് ഓയിലാണ് കേട്ടോ ബെസ്റ്റ്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നമുക്കിതുപോലെ വഴറ്റി കൊടുക്കാം. എന്താ അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, നമ്മളുടെ സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞു വരാൻ വേണ്ടി. പിന്നെ അത് കൂടാതെ ഞാനൊരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഇത്തിരി കുറവാണെന്ന് തോന്നി. അപ്പോൾ ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് കുറച്ച് ഓയിൽ വേണം, എന്നാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സവാള നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് ഒരു തുള്ളി എണ്ണ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഞാൻ ചേർക്കുന്നത് പെരിഞ്ജീരകവും നല്ല ജീരകവും കൂടി പൊടിച്ചത് 1 ടീസ്പൂൺ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പൊടികൾ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഫ്ലെയിം സിമ്മിലിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ തക്കാളി ഒന്ന് വേഗം വേവാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചൊരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ കുക്കർ അടച്ചു വെച്ച് നമുക്കൊരു 8 തൊട്ട് 10 വരെ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അത്രയും വിസിൽ അടിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. എന്നാലാണ് നമുക്കെല്ലാം നന്നായിട്ട് വെന്ത് നല്ലൊരു ഗ്രേവി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കുക്കർ 10 വിസിലൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ ഓപ്പണാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള കുറച്ച് ഓയിലി ആയിട്ടുള്ള നല്ല ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണേ. അപ്പോൾ നമുക്കിനി നമ്മളുടെ എഗ്ഗ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഗ്ഗിൽ ഞാൻ ചെറിയ ചെറിയ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് അതേപോലെ മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ നേരത്തെ കൂട്ടി മിക്സ് ചെയ്ത് വെച്ചാണ്, ഒരു 1/4 ടീസ്പൂൺ വീതമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ആ ഒരു നെയ്യിൽ കിടന്നിട്ട് അതൊന്ന് 2 സൈഡും ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതപ്പോൾ മുട്ട ഇവിടെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മളുടെ കറിയിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുട്ട പൊട്ടിപ്പോവാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക.
പിന്നെ നമുക്ക് ഈ ഗ്രേവിയിൽ കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളപ്പിക്കുക. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയാണ്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വളരെ എളുപ്പമായിട്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു എഗ് റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ അത് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.